Special launch offer ഉച്ചയ്ക്ക് 12 മണി ആദ്യത്തെ 1000 കസ്റ്റമേഴ്സിന് അവരുടെ തന്നെ വേറൊരു പ്രോഡക്റ്റ് വെറും 1 രൂപയ്ക്ക് വാങ്ങിക്കാം. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സിന്റെ സൈനോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. ഇതൊക്കെയാണ് ബോൾട്ട് പൊതുവെ നമുക്ക് തരുന്ന എന്താ പറയുക അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി തരുന്ന കുറേ പ്രലോഭനങ്ങൾ. എന്നാൽ ഇതൊന്നും തന്നെ ഇല്ലാണ്ട് അതായത് വലിയ ആരവങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഫസ്റ്റ് സെയിലിനെത്തിയ ഒരു ഇയർബഡ് ഉണ്ട് അവരുടെ W40. ഇതിന് രണ്ട് പ്രത്യേകത ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർബഡ് ആണ്. അതുപോലെ തന്നെ W എന്ന് പറയുന്ന സീരീസിന്റെ തുടക്കമാണ്. എക്സ് സീരീസ് അതുപോലെ തന്നെ Z സീരീസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ പല ഇയർബഡുകളും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേ ബി ഇവിടെ നമുക്ക് 50ഉം 60ഉം ഒക്കെ കാണാൻ ചാൻസ് ഉണ്ടായിരിക്കാം. എന്തായാലും 899 രൂപയ്ക്കാണ് ഇറങ്ങിയെങ്കിൽ പോലും ഇപ്പം ഇതിന്റെ വില എന്ന് പറയുന്നത് 1399 രൂപയാണ്. നല്ല റേറ്റിംഗ് ഉണ്ട്. അതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം. 420 പേര് മാത്രമാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സൗണ്ട് ക്വാളിറ്റി 4.4ഉം ബേസ് 4.4 ഡിസൈൻ ആൻഡ് ബിൽഡ് 4.5 ബാറ്ററി ബാക്കപ്പ് 4.5 ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണെന്നുള്ള വേറൊരു സംശയമില്ല. സോ 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ബോൾട്ട് ഓഡിയോ W40 വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായും പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് W40. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. കോമ്പാക്റ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോയാലും ഭയങ്കര വലിയൊരു ഹെവിനെസ്, അതായത് പോക്കറ്റിൽ കിടക്കുന്ന ഒരു ഫീലേ ഉണ്ടാവത്തില്ല. കൂടാതെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോയിട്ട് റഫ് യൂസ് ചെയ്താൽ പോലും സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. പിന്നെ ബോൾട്ടിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്. അതിന് മുകളിലായിട്ടൊരു LED ഇൻഡിക്കേറ്ററും അടിയിലൊരു ടൈപ്പ് C പോർട്ടും നമുക്ക് കാണാൻ പറ്റുമേ. അപ് ടു 48 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. 5V1 ആണ് ചാർജിങ് അഡാപ്റ്റർ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 5V2A വെച്ച് ചാർജ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫാസ്റ്റ് ചാർജർ ആണെങ്കിലും അതിനകത്ത് 5V2A ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡേറ്റ കേബിൾ വെച്ച് നമ്മൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒരു ലിഡ് ക്വാളിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പക്ക ക്വാളിറ്റിയാണ്. അതിലൊന്നും വേറൊരു സംശയമില്ല. അതായത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഒന്ന് അനക്കിയ പോലും അനങ്ങത്തില്ല. അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. എന്നാൽ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ഏത് ഡിവൈസിലാണോ പേരുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും. പക്ഷേ ഞാൻ എൻ്റെ ഐഫോണിലും അതുപോലെ തന്നെ ഐപാഡിലും ഒക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് എന്താ പറയുക ഇയർബഡുകൾ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ കേസിൽ നിന്ന് കയ്യിലെടുക്കുമ്പോൾ മാത്രമേ കണക്ട് ആവുന്നുള്ളൂ. ആൻഡ്രോയിഡിൽ എങ്ങനെയാണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. എന്തായാലും നിങ്ങൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അനുഭവം ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. എന്തായാലും ഇയർബഡുകൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ബോട്ടിന്റെ ലോഗോ പിറകിലുണ്ട്. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡ്യുവൽ ടോൺ ബ്ലൂ തന്നെയാണ്. ആ ഒരു ബ്ലൂവിന്റെ 2 ഡ്യുവൽ ടോണോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഇയർബഡുകൾ കാണാൻ സാധിക്കുന്നത്. 13mm ഡ്രൈവേഴ്സ് ആണ് ഈ 2 ഇയർബഡുകളും വരുന്നത്. അതുപോലെ തന്നെ 7 hours ആണ് സിംഗിൾ ചാർജിൽ ഈ ഒരു കമ്പനി അവകാശപ്പെടുന്ന ഒരു പ്ലേ ടൈം എന്ന് പറയുന്നത് ഇയർബഡ് എന്ന് കേട്ടോ. ഇവിടെയും എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ബാറ്ററി ചാർജ് ആകും എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ബോട്ടിന്റെ ലോഗോ കാണുന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. അതിന് വേറൊരു സംശയമല്ല. ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് വരും കേട്ടോ. എന്തായാലും വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വീണ്ടും പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും. ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുമ്പോഴത്തേക്ക് വോളിയം ഡൗൺ ആവും. അതേപോലെ തന്നെ ക്വാഡ് ടാപ്പ് 4 പ്രാവശ്യം നമ്മൾ ഏതിൽ ചെയ്താലും ഇതിനകത്തുള്ള ലോ ലേറ്റൻസി മോഡ് 45 ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. വീണ്ടും നമ്മൾ ഒന്നുകൂടെ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങോട്ട് ഓഫ് ആവും. കൂടാതെ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്ക് ആവും. ഇത് ഇപ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ W40 നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഔട്ട്ഡോറിൽ. ഞാൻ ആക്ച്വലി നോർമലി സംസാരിക്കുകയാണ് ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളും നമുക്ക് 2 മൈക്ക് ഇതുണ്ട്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരണമെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇയർബഡുകൾ കാണുമ്പോഴത്തേക്ക് കുറച്ച് ഹെവിനെസ് ഫീൽ ചെയ്യുമെങ്കിൽ പോലും അതങ്ങോട്ട് ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഇല്ല കേട്ടോ. കൂടാതെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ അങ്ങോട്ട് കിട്ടുന്നുണ്ട്. സോ ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, മൂവീസ് കാണുക അല്ലെങ്കിൽ ഒരാൾക്ക് മിണ്ടുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കുറവാണ് കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കംഫർട്ടും അല്ലെങ്കിൽ ഡിപ്പെൻസ് നമ്മുടെ ഇയർ സൈസ് ആണ് ആക്ച്വലി ഈ ഒരു കംഫർട്ട്
എന്നൊക്കെ പറയാനായിട്ട്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. സോ 100% പാട്ടിട്ടാലും അങ്ങനെ യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഒരു 90% പാട്ടുകളിലും. എന്നാൽ ഹെവി മെറ്റൽ ആ ഒരു സോങ്ങുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയുവാണെങ്കിൽ 100% പാട്ടിട്ടാൽ പോലും എന്താ പറയുക ആ ഒരു വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. സോ നിങ്ങളൊരു മെലോഡിയസ് ആയിട്ടുള്ള അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ അത് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഇനി അതല്ല ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല. നോർമലി ഉള്ള ബേസ് പോലും ഇതിനകത്ത് നല്ല രീതിക്ക് ഡോമിനേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഒരു 50% 60%ലേക്ക് വോളിയം ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത. പ്രത്യേകിച്ച് ഇതിലങ്ങോട്ട് 100% ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടത്. അല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല 100% തന്നെ കേൾക്കണം എന്നുള്ള ഒരു ഫീല്. കൂടാതെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് 13mm ഡ്രൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഒരു ബേസ് ലവർ ആയിക്കോട്ടെ, നിങ്ങൾ അല്ല ഒരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടാണെങ്കിൽ വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്ന ഒരാളായിക്കോട്ടെ, ഏതാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു സംശയമില്ല കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് കുളിക്കുമ്പോൾ പോലും ഉപയോഗിക്കാം. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം പ്ലസ് 3 മാസം അതായത് 15 മാസം വാറന്റി ഉണ്ടെങ്കിൽ പോലും വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് ഇല്ല. സോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ എന്താ പറയുക ഡ്രസ്സിലിങ് ഇനി അതല്ല നല്ല രീതിക്ക് നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യുന്നതിൽ വേറെ ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ 45ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വർക്കൗട്ട് ആവും നോക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക് സ്പ്രേ ആയിട്ട് ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. ഒരു ചെറിയൊരു പൊട്ടിക്കൊരു ഡിലേ അല്ലേ 45ms അത്രയും അങ്ങോട്ട് അത് കിട്ടാത്ത പോലെ കേട്ടോ എനിക്ക്. കണ്ടോ ചെറിയൊരു പൊടിക്ക് ഡിലേ. എന്തായാലും സിംഗിൾ ടാപ്പ് നോക്കാം. അവിടെ വലിയ ഇഷ്യൂ ഇല്ല കേട്ടോ. പക്ഷെ സ്പ്രേ നോക്കിക്കോ കണ്ടോ പൊട്ടിക്കൊരു ഡിലേ ഉണ്ട്. ഒരു 60ms ഒരു ഫീൽ അല്ലേ നമുക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. എന്നാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഇതുപോലുള്ള ഇയർബഡുകൾ വാങ്ങിച്ചിട്ട് ഗെയിം കളിക്കുന്നതിനേക്കാളും നല്ലത് ഒരു വയേർഡ് ഇയർഫോൺ വാങ്ങിച്ചിട്ട് കളിക്കുന്നതാണ് നല്ലത്. കാരണം ബ്ലൂടൂത്ത് ഇയർബഡുകൾ ആകുമ്പോഴത്തേക്കും ബ്ലൂടൂത്ത് ഡിവൈസസിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഉറപ്പായിട്ടും ഡിലേ അനുഭവപ്പെടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ഒരു കോമ്പാക്ട് മോഡ് ഇടണമെന്നില്ല. വീഡിയോസ് കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ ഒരു ലിപ് സിങ്ക് ഇഷ്യൂ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും കോമ്പാക്ട് മോഡ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ കാണാനും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോൾട്ട് ഓഡിയോ W40യെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. 899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വാങ്ങിച്ചവർക്ക് ഇത് വർത്ത് ബൈയിങ് ആകുമെന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് 100% അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്നാൽ 1500 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയണത് ഉറപ്പായിട്ടും വർത്ത് ബൈയിങ് ആവും കേട്ടോ. കാരണം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് 1399 രൂപയുള്ളൂ. 1499 പോലും അല്ല. സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. അതുപോലെ തന്നെ IPX5 ആണ്. 45ms ആ ഒരു ലോ ലേറ്റൻസി മോഡുണ്ട്. കൂടാതെ കോട്ട് മൈക്ക് വിത്ത് സെൻ മോഡ്. നിങ്ങൾ ഓൾറെഡി ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ മ്യൂസിക് ക്വാളിറ്റി AAC കോഡൊക്കെ സഹിതമുണ്ട്. 100% നമ്മൾ പാട്ടുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. സോ ഓവറോൾ ഉറപ്പായിട്ടും 1399 രൂപയ്ക്ക് വർത്ത് ബൈയിങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ബിൽഡ് ക്വാളിറ്റിയും പൊതുവെ ഇപ്പൊ Z35 ഒക്കെ നോക്കുവാണെങ്കിൽ ഇതുപോലെ 899 999 വന്നത്. പക്ഷെ അവിടെ ആ ബിൽഡ് ക്വാളിറ്റി ഇല്ല. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് ആദ്യം വാങ്ങിക്കണമെന്ന് വിചാരിച്ചല്ല. കാരണം ഈ ഒരു റേറ്റ് കണ്ടിട്ട് എന്നാൽ പിന്നെ അത് വാങ്ങിച്ച് നോക്കാം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ എന്താ പറയുക ഡിസപ്പോയിൻറ്റഡ് ആയില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ടേ ഉള്ളൂ. സോ ഉറപ്പായിട്ടും ഓവറോൾ 1399 രൂപയ്ക്ക് വാങ്ങിച്ചാലും ഇനി അതല്ല 899 രൂപയ്ക്ക് വാങ്ങിച്ചാലും ഇത് വർത്ത് ബൈയിങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഈ ഒരു ബോൾട്ട് ഓഡിയോ W40 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റോളുള്ള DeepZstore എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കേട്ടോ. ഞാൻ എന്തായാലും 899 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിനേക്കാളും കാശ് കുറച്ച് തന്നെ കിട്ടും. കൂടാതെ ജസ്റ്റ് അൺബോക്സ്ഡ് പീസ് ആണ് കേട്ടോ. അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ആയി കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.